രാഹുൽ ഈശ്വറാണ് മാധ്യമങ്ങളെ കണ്ടത്. 16 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് രാഹുൽ പുറത്തിറങ്ങി മാധ്യമങ്ങളോട് സംസാരിച്ചത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. നമുക്ക് ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളുടെ തലക്കെട്ടുകളിലേക്ക് പോകാം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം വിലയിരുത്തി CPM. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്ന് വിലയിരുത്തൽ. 68 മണ്ഡലങ്ങളിൽ LDF-ൽ ലീഡുണ്ടെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് MV ഗോവിന്ദൻ. വിജയത്തിളക്കത്തിന് പിന്നാലെ മുന്നണി വിപുലീകരണ ചർച്ചകൾ സജീവമാക്കി UDF. വിപുലീകരണം വേണമെന്ന പരസ്യ നിലപാടുമായി ലീഗ്. ജോസ് കെ മാണിയെ കൊണ്ടുവരുന്നതിൽ എതിർപ്പുമായി ജോസഫ് വിഭാഗം. ആരുമായും ചർച്ച നടന്നിട്ടില്ലെന്ന് VD സതീശൻ. തിരുവനന്തപുരത്ത് VV രാജേഷ് ആദ്യ BJP മേയറായേക്കും. ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് നിർണായകം. കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസിന് സാധ്യത. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPയെ മാറ്റി നിർത്താൻ നീക്കവുമായി LDF-ഉം UDF-ഉം. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടില്ലെന്ന് MV ഗോവിന്ദൻ. ഇപ്പോഴും ശബരിമലയുടെ ഭാഗമായിട്ടുള്ള നാട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ BJPക്ക് ഇത്രയൊന്നും സീറ്റ് കിട്ടിയാൽ പോരല്ലോ. BJP യഥാർത്ഥത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിച്ച പുറത്തെന്താ സ്വർണ്ണക്കൊള്ള വലിയ ആഘാതം അവർക്ക് സൃഷ്ടിച്ചതായി CPI സംസ്ഥാന സെക്രട്ടറി. ശബരിമല അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പഠിച്ചും പരിശോധിക്കുന്നു. ഒന്നിലേക്ക് ചുരുങ്ങണ്ട. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും കലവറ കൂടാതെ ഞങ്ങൾ പരിശോധിക്കും. സ്വർണ്ണക്കൊള്ളയിലെ തെരഞ്ഞെടുപ്പ് ഗാനം പാർലമെന്റിന് മുന്നിൽ പാടി UDF MP-മാർ. സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ. സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ. സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിൻ ധനമൂറ്റിയേ. സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിൻ ധനമൂറ്റിയേ. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ മൊഴി വിശ്വസിക്കാതെ വിചാരണ കോടതി. ദിലീപ് ഭീഷണിപ്പെടുത്തിയതിന് തെളിവില്ലെന്നും വിധിന്യായത്തിൽ പരാമർശം. തെളിവില്ലാത്തതിനാൽ കോടതി തള്ളിയത് 7 ഗൂഢാലോചനാ വാദങ്ങൾ. പൾസർ സുനിയുമായി ആക്രമണത്തിന് തൊട്ടു മുൻപ് സംസാരിച്ച സ്ത്രീയിലേക്കും അന്വേഷണം പോയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് 3 ദിവസത്തേക്ക് കൂടി തടഞ്ഞ് ഹൈക്കോടതി. ആദ്യ കേസിൽ വാദം ഇനി വ്യാഴാഴ്ച. രാഹുൽ SIT നിരീക്ഷണത്തിൽ അടൂരിലെ വീട്ടിൽ. സൈബർ അധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം. പുറത്തിറങ്ങുന്നത് 16 ദിവസത്തിന് ശേഷം. കള്ളത്തെ കള്ളം കൊണ്ട് ജയിക്കാനാവില്ലെന്ന് രാഹുൽ ഈശ്വർ. എനിക്ക് നോട്ടീസ് തന്നിട്ടില്ല. എനിക്ക് നോട്ടീസ് തന്നാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് നമ്മുടെ പ്രോസിക്യൂഷൻ അടക്കം കോടതിയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് അന്വേഷിക്കാവുന്ന കാര്യമാണ്. ഇനി കേസിനെ കുറിച്ചല്ല, എനിക്ക് കേസിനെ കുറിച്ച് 2 കാര്യങ്ങളുണ്ട്. കേസിനെ കുറിച്ച് പറയരുതെന്നുള്ളതുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷെ ഈ വ്യാഴാഴ്ച നടന്ന ഒരു കാര്യം എനിക്ക് എന്തായാലും പറയാം. ഈ വ്യാഴാഴ്ച ജാമ്യം കിട്ടേണ്ടതായിരുന്നു. അപ്പോ അവിടെ അഡ്വക്കേറ്റ് കയറി ഓപ്പൺ കോടതിയിൽ അടുത്ത കള്ളം പറഞ്ഞു പോലീസ് റിപ്പോർട്ട് കിട്ടിയില്ല. നിങ്ങൾക്ക് പോലീസിലൊക്കെ ബന്ധമുള്ളതല്ലേ, അന്വേഷിക്കാം. പോലീസ് ഓൾറെഡി റിപ്പോർട്ട് കൊടുത്തിരുന്നു. എന്റെ ഫ്രണ്ടിലിരുന്ന ഇറിറ്റേറ്റഡ് ആയ പോലീസുകാര് അവിടെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന്. അതായത് എനിക്ക് ജാമ്യം നിഷേധിക്കാനായി. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇലക്ഷൻ കഴിയുന്നത് വരെ എങ്ങനെയെങ്കിലും എന്നെ അകത്തിടണം. ഇത്ര മാത്രമേ ഉള്ളൂ കാര്യം. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബദലായിട്ട് സ്ത്രീ പീഡനം, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം റേസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. ഞാൻ വെളിയിലുണ്ടെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അതിനെതിരെ ശക്തമായി ക്യാമ്പയിൻ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് എങ്ങനെങ്കിലും ഇലക്ഷൻ കഴിയുന്നവരെ അറസ്റ്റ് ചെയ്തിടണമെന്ന് ആഗ്രഹമാണ്. ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ ഇന്ത്യ സന്ദർശനം തുടരുന്നു. കൊൽക്കത്തയ്ക്കും ഹൈദരാബാദിനും ശേഷം ഡൽഹിയിലെ പരിപാടിയിൽ മോദിയുമായി കൂടിക്കാഴ്ചയില്ല. ചീഫ് ജസ്റ്റിസിനെയും കരസേനാ മേധാവിയെയും മെസ്സി കാണും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വൻ തിരിച്ചടിക്ക് ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും കാരണമായിട്ടില്ലെന്ന്
CPM-ന്റെ വിലയിരുത്തൽ. ഇടതുമുന്നണിക്കെതിരെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായിട്ടില്ലെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രാഥമിക പരിശോധനയിലാണ് ഈ വിലയിരുത്തൽ. അടുത്ത ദിവസങ്ങളിൽ ജില്ലാ കമ്മിറ്റികൾ യോഗം ചേർന്ന് ഫലം വിശദമായി അവലോകനം ചെയ്യുമെന്നും അതിനുശേഷം തോൽവിയുടെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് വിധിയെ അംഗീകരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകണമെന്നാണ് പാർട്ടി തീരുമാനിച്ചത്. കുതിര കച്ചവടത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള സമീപനം പാർട്ടി ഒരു ഘട്ടത്തിലും സ്വീകരിക്കുന്നില്ല. ഇടതുപക്ഷവുമായി സഹകരിച്ച് മുന്നോട്ടേക്ക് വരാൻ തയ്യാറുള്ള സ്വതന്ത്രന്മാരുൾപ്പെടെയുള്ളവരുമായൊക്കെ ചേർന്ന് ചില സ്ഥലങ്ങളിൽ തൈ വന്നിട്ടുള്ള പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഒക്കെയുണ്ട്. അവിടെ അങ്ങനെയുള്ളവരുമായി ചേർന്ന് ഭരണത്തിലേക്ക് വരിക എന്നതിൻ്റെ അപ്പുറം BJP ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികളും ഫാസിസ്റ്റ് ശക്തികൾക്ക് തുല്യമായ നിലയിൽ പ്രചാരവേല നടത്തുന്ന ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ചേർന്ന ലീഗും അതുപോലെ കോൺഗ്രസും ഒക്കെ ആയിട്ട് ഒരു മുന്നണിയുടെയും പ്രശ്നം പാർട്ടി ആലോചിക്കുന്നേ ഇല്ല. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായില്ലെന്നാണ് CPM-ന്റെ പ്രാഥമിക വിലയിരുത്തൽ. അങ്ങനെ തിരിച്ചടിയായെങ്കിൽ BJP വലിയ വിജയം നേടുമായിരുന്നില്ലേ എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചോദിക്കുന്നത്. ക്ഷേത്ര നഗരങ്ങളിലടക്കം BJP പിന്നിൽ പോയി. അതുകൊണ്ട് തന്നെ പന്തളത്ത് CPM വലിയ മുന്നേറ്റമുണ്ടാക്കുകയും ആ കാരണങ്ങൾ കൊണ്ട് തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായില്ലെന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പത്മകുമാർ അടക്കമുള്ളവർക്കെതിരെ പാർട്ടി നടപടി കുറ്റപത്രം നൽകിയ ശേഷം ഉണ്ടാവുകയുള്ളൂ എന്നും CPM സംസ്ഥാന സെക്രട്ടറി ആവർത്തിച്ചു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഇടതുമുന്നണിക്ക് വിരുദ്ധമായി ഉണ്ടായി എന്ന പ്രചരണമുണ്ട്. എന്നാൽ അതും CPM ഈ ഘട്ടത്തിൽ മുഖവിലേക്ക് എടുക്കുന്നില്ല. അങ്ങനെ ഉണ്ടായെങ്കിൽ എങ്ങനെയാണ് മലപ്പുറത്ത് 10 ലക്ഷത്തിലധികം വോട്ടുകൾ ഇടതുമുന്നണിക്ക് ലഭിക്കുക? ഒരു സമുദായങ്ങളുടെയും എതിർ നിലപാട്, ഒരു ഏകീകൃത നിലപാട് തങ്ങൾക്കെതിരെ ഉണ്ടായിട്ടില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന അടക്കം CPM-നെതിരായ ചോദ്യം അത്തരം കാര്യങ്ങളിൽ പരിശോധന ഉണ്ടാകും. പരിശോധിച്ച ശേഷം മാത്രമേ ആ കാര്യങ്ങൾ പറയാൻ കഴിയൂ എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി നിലപാട് വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ തോൽവിയുണ്ടാകാൻ കാരണം കോൺഗ്രസും BJP-യും ചേർന്ന് 40ഓളം സീറ്റുകളിൽ ഒത്തുകളിച്ചതിന്റെ ഫലമാണ്. അവിടെ ഈ സീറ്റുകളിൽ 1000-ൽ താഴെ വോട്ട് കോൺഗ്രസ് ലഭിച്ച 40ഓളം സീറ്റുകളുണ്ട്. അതൊക്കെ BJP കോൺഗ്രസ് കൂട്ടുകെട്ടിന്റെ തെളിവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നു. പക്ഷേ കൊല്ലത്തെ തോൽവിയും പ്രത്യേകം പരിശോധിക്കും. കൊല്ലം നഗരമേഖലയിലാണ് വലിയ പരാജയമുണ്ടായത്. അത് പരിശോധിക്കുമെന്നും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ഇല്ല, വിരുദ്ധ വികാരമൊന്നുമില്ല, എല്ലാവർക്കും അറിയില്ല. പത്തനംതിട്ടയിലെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒക്കെ പറഞ്ഞ പന്തളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചിരിക്കുക. അതുപോലെ തന്നെ ക്ഷേത്ര നഗരങ്ങൾ പിടിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു. അതിലും അവർക്ക് വിജയിക്കാൻ സാധിക്കില്ല. കൊടുങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇടതുപക്ഷമാണ് നല്ല രീതിയിലുള്ള വിജയം കരസ്ഥമാക്കിയത്. ഒരു തിരിച്ചടിയില്ല. സർക്കാരിന്റെ മികച്ച പ്രവർത്തനമുണ്ടായിട്ടും എന്തുകൊണ്ട് തോറ്റു എന്ന കാര്യത്തിലാകും പരിശോധനയെന്ന് CPM പറയുന്നു. അതായത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നാണ് CPM-ന്റെ നിലപാട്. അത്തരം കാര്യം ഇപ്പോഴത്തെ പരിശോധന അത് വ്യക്തമായിട്ടില്ല. കൂടുതൽ പരിശോധനകൾ ഈ മാസം അവസാനത്തോടുകൂടി 27, 28 സംസ്ഥാന സമിതി ചേരുന്നുണ്ട്. അതിന് മുന്നോടിയായി എല്ലാ ജില്ലകളിലും ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റി യോഗങ്ങളും ചേർന്ന് പരാജയ കാരണങ്ങൾ വിശദമായി വിലയിരുത്തും. അതിനുശേഷമാകും പരാജയത്തിന് യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തുക എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത്. ഒരു കാര്യം CPM ഉറപ്പിച്ചു പറയുന്നു, CPM-ന്റെ അടിത്തറ നഷ്ടപ്പെട്ടിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് ശക്തമായി തന്നെ തുടരുന്നു. 58 സീറ്റുകളെന്ന ഒരു കണക്ക് ചില മാധ്യമങ്ങൾ പുറത്തു പറയും. 58 സീറ്റുകൾ ഇപ്പോഴും ഇടതുമുന്നണിക്കുണ്ട്. അതല്ല, അതിനപ്പുറത്തേക്കുള്ള സീറ്റുകളുണ്ട്. അതിശക്തമായ അടിത്തറ ഇടതുമുന്നണിക്ക് ഇപ്പോഴുമുണ്ട്. തെറ്റുകൾ തിരുത്തി പോരായ്മകൾ പരിഹരിച്ച് തിരിച്ചുവരും. 3ാം ടേമിലും ഇടതുഭരണം സംസ്ഥാനത്ത് ഉറപ്പാണെന്നും MV ഗോവിന്ദൻ അവകാശപ്പെടുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ ആഘാതം സൃഷ്ടിച്ചുവെന്നാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത്. എല്ലാ വിഷയങ്ങളും പരിശോധിക്കുമെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. ശബരിമല അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പഠിച്ചു പരിശോധിക്കും. ഒന്നിലേക്ക് ചുരുങ്ങണ്ട. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും കലവറ കൂടാതെ ഞങ്ങൾ പരിശോധിക്കും. സ്വാഭാവികമായി അതിനകത്ത് ഒന്നിലേക്ക് ചുരുങ്ങേണ്ടത് ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകൾ, ഞങ്ങളുടെ നേട്ടങ്ങളുണ്ട്. ഈ ഭാഗത്ത് ആ നേട്ടങ്ങൾ കുറച്ച് കണ്ട കാര്യമില്ല, നേട്ടങ്ങളുണ്ട്. ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ ചെയ്യാത്തത്രയും പ്രോ പീപ്പിളായ കാര്യങ്ങൾ ചെയ്ത ഗവൺമെന്റാണ്. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട ഗവൺമെന്റാണ്. ആ എല്ലാ അനുകൂലമായ ഘടകങ്ങളും ചെയ്തപ്പോൾ തന്നെ
ഞങ്ങളുടെ ഭാഗത്തുണ്ടായ പിഴവുകളെപ്പറ്റി ചിന്തിക്കണം. മുന്നണി വിപുലീകരണത്തെ ചൊല്ലി UDF-ൽ തർക്കം. കോൺഗ്രസിന് പിന്നാലെ മുന്നണി വിപുലീകരണമെന്ന ആവശ്യവുമായി ലീഗ് രംഗത്ത് വന്നപ്പോൾ ജോസ് കെ മാണിയെ മുന്നണിയിൽ എടുക്കുന്നതിനെ തുറന്നെതിർക്കുകയാണ് ജോസഫ് ഗ്രൂപ്പ്. കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്ന നിലപാടിലാണ് ജോസഫ് വിഭാഗം. അതേസമയം UDF മുന്നണി വിപുലീകരണത്തെക്കുറിച്ച് ആരുമായും ചർച്ച നടക്കുന്നില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് പിന്നാലെയാണ് മുന്നണിയുടെ അടിത്തറ വിപുലീകരിക്കണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് രംഗത്തെത്തിയത്. കേരള കോൺഗ്രസ് അടക്കം മുന്നണി വിട്ട ഘടകകക്ഷികളെ വീണ്ടും മുന്നണിയിൽ എത്തിക്കണമെന്ന ആവശ്യമാണ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, UDF-ന്റെ അടിത്തറ അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ ഒന്നുകൂടി വിപുലീകരിക്കും. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, UDF എന്ന് പറഞ്ഞാൽ കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുന്നണി മാത്രമല്ല. നിങ്ങൾ അങ്ങനെ കാണരുത്. UDF-നെ നിങ്ങൾ അങ്ങനെ കണ്ടതുകൊണ്ടാണ് പലരും അതിനെ ചെറുതായി കണ്ടത്. അതിന്റെ അപ്പുറത്തുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. മുന്നണി രാഷ്ട്രീയത്തിന് പുതിയ മാനങ്ങൾ നൽകുന്ന ഒരു പുതിയ പൊളിറ്റിക്കൽ ബ്രോഡറായിട്ടുള്ള വളരെ വിപുലമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമും കൂടിയായി UDF മാറുകയാണ്. എന്നാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ മുന്നിലെത്തിക്കണമെന്ന ആവശ്യത്തോട് വളരെ രൂക്ഷമായാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പ്രതികരിച്ചത്. മുന്നണിയിൽ നിന്നും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പോയ ശേഷവും വലിയ നേട്ടങ്ങളാണ് ഉണ്ടാക്കാൻ UDF-ന് കഴിഞ്ഞത്. ഇത്തരമൊരു സാഹചര്യത്തിൽ വീണ്ടും അവരെ മുന്നണിയിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ലെന്ന് നേതാക്കൾ പ്രതികരിച്ചു. കുറെ കൂടി ശരിയാകാനുണ്ട്. പൂർണ്ണമായിട്ടില്ല. പരിഹരിക്കും. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത് കേരള കോൺഗ്രസ് തിരിച്ചു വരണമെന്ന്, മുന്നണിയിലേക്ക് തിരിച്ചു വരണമെന്ന് അതവിടെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ മതി. എന്നാൽ ഈ വിഷയത്തിൽ ഒറ്റയടിക്ക് തള്ളിക്കളയേണ്ട കാര്യമല്ല എന്നാണ് ലീഗ് നേതാക്കൾ വീണ്ടും പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തണം. ജോസഫ് വിഭാഗവും VD സതീശനും ഒപ്പം മുസ്ലിം ലീഗ് നേതാക്കളുമൊക്കെ അടക്കം ഇരുന്ന് ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. ഒരു പൂർണ്ണ വിജയത്തിന് മുന്നണി വിട്ട നേതാക്കളുടെ സാന്നിധ്യവും അനിവാര്യമാണ് എന്നാണ് ലീഗ് പറയുന്നത്. അടിത്തറ വിപുലാക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളോട് സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ഒരുപാട് പാർട്ടികളുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തോട് അതൃപ്തിയുള്ള പാർട്ടികളൊക്കെ കേരളത്തിലുണ്ട്, ഇടത് മുന്നണിയിൽ തന്നെ. അവരിൽ പലരും ഞങ്ങളോട് സമാപന ചിന്താഗതിയുള്ള ആളുകൾ, പാർട്ടികൾ, അവരൊക്കെ തന്നെ UDF-ലേക്ക് വരുമെന്നാണ് പ്രതീക്ഷ. ആശയപരമായി യോജിക്കുന്നവരൊക്കെ വരണം തന്നെ ഞങ്ങൾ. എന്തായാലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയെങ്കിലും സ്വാധീന മേഖലകളിൽ ഇപ്പോഴും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് വോട്ടുകളുണ്ട് എന്ന് തന്നെയാണ് UDF അടിയുറച്ച് വിശ്വസിക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ന്യൂനപക്ഷ മേഖലകളിലടക്കം കേരള കോൺഗ്രസ് മാണിയുടെ പിന്തുണ കൂടെ ലഭിച്ചാൽ വലിയ നേട്ടം ഉണ്ടാക്കാനാകുമെന്നാണ് UDF-ന്റെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുനരാരംഭിക്കാൻ തന്നെയാണ് UDF-ന്റെ തീരുമാനം. ആദ്യമായി BJP നഗരഭരണം പിടിച്ച തിരുവനന്തപുരത്ത് മേയർ ചർച്ചകൾ സജീവമാണ്. PV രാജേഷിനും RC ലേഖയ്ക്കും തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ. BJP ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാണ്. ചരിത്രം തിരുത്തി എഴുതി തിരുവനന്തപുരം നഗരഭരണത്തിന് തയ്യാറെടുക്കുന്ന BJP മേയർ സ്ഥാനത്തേക്ക് ആരംഭ ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ്. BJPയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ കൊടുങ്ങാനൂർ വാർഡ് കൌൺസിലർ VV രാജേഷിനാണ് മേയർ സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണന എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അദ്ദേഹം നേരത്തെ പൂജപ്പുര വാർഡ് കൌൺസിലറായിരുന്നു. BJPയുടെ പ്രധാനപ്പെട്ട സംസ്ഥാന ഭാരവാഹിയാണ്. BJPയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായിരുന്നു. അതുകൊണ്ട് തന്നെ രാജേഷിന് വളരെ പ്രധാനപ്പെട്ട ചുമതല, വളരെ ശക്തമായ ഒരു പ്രതിപക്ഷമായി CPM-ഉം BJP-യും ഇത്തവണ കൌൺസിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്ത് പരിചയമുള്ള രാജേഷ് തന്നെ നയിക്കട്ടെ എന്ന അഭിപ്രായമാണ് BJP-യിൽ പ്രബലമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ രാജേഷ് തന്നെ BJP-യുടെ തിരുവനന്തപുരം നഗരത്തിലെ ആദ്യ മേയറാകും. സംസ്ഥാനത്ത് തന്നെ അത്തരത്തിൽ BJP ഭരണം പിടിക്കുന്ന പ്രധാന ആദ്യ കോർപ്പറേഷനാണ് തിരുവനന്തപുരം. അവിടെ 50 സീറ്റാണ് BJPക്കുള്ളത്. ഒരു ആളുടെ കൂടി പിന്തുണ വേണം കേവല ഭൂരിപക്ഷത്തിന്. അത് 2 സഹോദരന്മാരുടെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ BJP ആരംഭിച്ചു കഴിഞ്ഞു. രാജേഷിന്റെ പേര് തന്നെയാണ് ഈ മേയർ സ്ഥാനത്തേക്ക് BJP ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. മുൻ DGP കൂടിയായ R ശ്രീലേഖ, ശാസ്ത്രമംഗലത്ത് മികച്ച വിജയം നേടിയ ശ്രീലേഖയെ മേയറാക്കണമെന്ന അഭിപ്രായമുള്ളവരും BJPയിലുണ്ട്. പക്ഷേ അവരെ പിന്നീട് നിയമസഭയിലേക്ക് വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിപ്പിക്കാനാണ് BJP ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഒരുപക്ഷെ ഡെപ്യൂട്ടി മേയറാക്കിയേക്കും. PV രാജേഷ് മേയറായില്ലെങ്കിൽ
MR ഗോപനും അതുപോലെ തന്നെ കരമന അജിത്തും അടക്കമുള്ള മുതിർന്ന കൌൺസിലർമാരെയും BJP പരിഗണിക്കും. പക്ഷേ VV രാജേഷിന് തന്നെയാണ് ഇപ്പോൾ മേയർ സ്ഥാനത്തേക്ക് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. മേയർ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രം മുൻനിർത്തി CPM കോൺഗ്രസും യോജിക്കുമോ എന്ന ആശങ്ക BJPക്കുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ പൂർണ്ണമായും ആ ഒരു നീക്കത്തെ തള്ളുകയാണ്. CPM അത്തരം ഒരു ആലോചന നടത്തിയിരുന്നു. പക്ഷേ അങ്ങനെ വന്നാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ CPMുമായി ചേർന്ന് നഗരഭരണം പിടിക്കാൻ കോൺഗ്രസ് ശ്രമിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ BJPക്ക് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJP നഗര സഭയുടെ കൌൺസിലിൽ അവർ രൂപീകരിക്കും. അവരുടെ മേയർ തന്നെ ഉണ്ടാകും. അതിൽ തന്നെ VV രാജേഷ് മേയറാകാനാണ് ഇപ്പോൾ ഏറ്റവും അധികം സാധ്യത. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സഖ്യമുണ്ടാക്കില്ലെന്ന് കോൺഗ്രസും CPMും. ജനവിധി അട്ടിമറിക്കാൻ തീരുമാനമുണ്ടാകില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. BJPയെ ഒഴിവാക്കാൻ സഖ്യം വേണമെന്ന അഭിപ്രായമുണ്ട്, എങ്കിലും ഇതിനോട് വ്യക്തിപരമായി യോജിപ്പില്ല. പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത് എന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. കോൺഗ്രസുമായി ചേർന്ന് മത്സരിക്കില്ലെന്ന സൂചന നൽകുന്നതായിരുന്നു മന്ത്രി V ശിവൻകുട്ടിയുടെയും പ്രതികരണം. അങ്ങനെ നമ്മൾ ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഇതുവരെ പാർട്ടി തലത്തിൽ ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ജനവിധി അട്ടിമറിക്കാനുള്ള നടപടികൾക്കൊന്നും ഞങ്ങൾ ഉണ്ടാവില്ല. മറ്റു കാര്യങ്ങൾ പാർട്ടി കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ്. BJP നമ്മുടെ മുഖ്യ ശത്രു തന്നെയാണ്. അവരെ ഒഴിവാക്കാനുള്ള സന്ദർഭങ്ങൾ ഞങ്ങൾ പണ്ടും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ ഒരു ജനവിധി വന്നിരിക്കുന്നതിനെ അട്ടിമറിക്കുന്നതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. ഇനിയും മറ്റ് കാര്യങ്ങൾ പാർട്ടി കൂടിയാണ് ആലോചിക്കേണ്ടത്. കാരണം BJPയെ ഒഴിവാക്കി നിർത്താൻ CPMുമായിട്ട് ചേരണമെന്നുള്ളൊരു വാദമുണ്ട്. അത് പാർട്ടി കൂടിയാണ് ആലോചിച്ച് തീരുമാനിക്കുന്നത്. അങ്ങനെ ഈ ഒരു ജനാധിപത്യപരമായി അധികാരത്തിൽ വന്ന ഒരു ഭരണസമിതിയെ അട്ടിമറിക്കാനും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിലിടപെടുന്നതിന് വേണ്ടിയൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. തെരഞ്ഞെടുപ്പ് വിജയം അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, പൊളിറ്റിക്കൽ വോട്ടുകളും UDFന് കിട്ടി. മുഖ്യമന്ത്രി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ കാർഡ് ഇറക്കി, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ കാർഡ് ഇറക്കി. ആ കാർഡ് കളി അവസാനിപ്പിക്കുന്നതാവും നല്ലത് എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പിന്നെ ആലോചിക്കേണ്ട വിഷയമാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ന്യൂനപക്ഷ കാർഡ്, അതുപോലെ തന്നെ ഇപ്പോൾ പോയ ഇലക്ഷനിൽ ഭൂരിപക്ഷ കാർഡ്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാർഡ് മാറി മാറി കളിക്കുന്നത് കളി ലൂസ് ചെയ്യുള്ളൂ എന്നുള്ളത് ഇനി അവരാണ് ചിന്തിക്കുന്നത്. കാർഡ് മാറി മാറി കളിക്കാണ്. ഓർമ്മ ഉണ്ടല്ലോ, അടുത്ത് തന്നെ ന്യൂനപക്ഷ കാർഡായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. അതും ഞങ്ങൾ മതേതര സ്റ്റാൻഡ് എടുത്തേ മുമ്പ് ഞങ്ങൾ ഈ കാർഡ് കളിയിൽ ഞങ്ങളില്ല. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടഞ്ഞ നടപടി നീട്ടി ഹൈക്കോടതി. ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യം തള്ളിയ സെഷൻസ് കോടതി നടപടിക്കെതിരെ രാഹുൽ നൽകിയ ഹർജി പരിഗണിക്കുന്നത് കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. അതുവരെ അറസ്റ്റ് പാടില്ലെന്നാണ് നിർദ്ദേശം. ബംഗളൂരുവിൽ താമസിക്കുന്ന പെൺകുട്ടി നൽകിയ പരാതിയിൽ രാഹുലിന് മുൻകൂർ ജാമ്യം നൽകിയ തിരുവനന്തപുരം സെഷൻസ് കോടതി വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി അവധിക്ക് ശേഷമാകും പരിഗണിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന 2 കേസുകളാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നത്. ഇതിൽ ആദ്യത്തെ കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു. അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ആ കേസിൽ ഇന്ന് വരെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയായിരുന്നു കോടതി. അതേസമയം ഇതിൽ വിശദമായ വാദം കേൾക്കാനായി കേസ് വ്യാഴാഴ്ചയായിരിക്കും കോടതി ഇനി പരിഗണിക്കുക. അതുവരെ അറസ്റ്റ് പാടില്ല എന്ന കൃത്യമായൊരു നിർദ്ദേശം, രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസം നൽകുന്ന ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതേസമയം രണ്ടാമത്തെ കേസ്, ബലാത്സംഗ കേസ്, അതിൽ മുൻകൂർ ജാമ്യം നൽകിയ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാർ നൽകിയ അപ്പീൽ ക്രിസ്മസ് അവധിക്ക് ശേഷമായിരിക്കും ഹൈക്കോടതി പരിഗണിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ആശ്വാസകരമാകുന്ന ഒരു തീരുമാനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതേസമയം കൃത്യമായ നിരീക്ഷണത്തിലാണ്, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൃത്യമായ നിരീക്ഷണത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്നലെ മുതൽ തന്നെ പത്തനംതിട്ടയിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ യാത്രകളും അതോടൊപ്പം മറ്റ് ഇടപെടലുകളുമൊക്കെ കൃത്യമായി തന്നെ അന്വേഷണ സംഘം നിരീക്ഷിക്കുന്നുമുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും വീടിന് പുറത്തേക്ക് ക്ഷേത്ര ദർശനത്തിനായി പോയ രാഹുൽ മാങ്കൂട്ടത്തിനെ, ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുകയെന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അതേ ശൈലിയിൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരും മഫ്തിയിൽ പിന്തുടരുന്നുണ്ടായിരുന്നു. അതിനുശേഷം സുഹൃത്തുക്കളെ കണ്ട് സൗഹൃദം പറഞ്ഞ് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു. പത്തനംതിട്ട ജില്ല വിട്ട് പോകരുത് എന്ന നിർദ്ദേശം അനൌദ്യോഗികമായി അന്വേഷണ ഉദ്യോഗസ്ഥർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ മുഖേന നൽകിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. എന്തായാലും അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ക്രൈംബ്രാഞ്ചിന്റെ പത്തനംതിട്ട, കൊല്ലം യൂണിറ്റുകളിലെ ഡിവൈഎസ്പിമാരാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന തുടർ നീക്കങ്ങൾ ഏകോപിപ്പിക്കുക.
അന്വേഷണ ചുമതലയുള്ള പോലീസ് ആസ്ഥാനത്തെ AIG ജി പൂങ്കുഴലി കേസുമായി ബന്ധപ്പെട്ട പരമാവധി തെളിവുകൾ, രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ടതടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളടക്കം വിശദമായി തന്നെ ശേഖരിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രോസിക്യൂഷന് ഇനിയൊരു തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായാൽ അത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് വാദങ്ങൾ ബലപ്പെടുത്താനുള്ള നീക്കമാണ് അന്വേഷണ സംഘം ഇതിനോടകം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൈബർ അധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം. ജയിലിലായി 16 ദിവസത്തിന് ശേഷമാണ് രാഹുലിന് തിരുവനന്തപുരം സെഷൻസ് കോടതി ഉപാധികളോട് ജാമ്യം അനുവദിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുകയും അവരെ അധിക്ഷേപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിടുകയും ചെയ്തതിന്റെ പേരിലായിരുന്നു രാഹുൽ ഈശ്വർ അറസ്റ്റിലായത്. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി ജയിൽ മോചിതനായ രാഹുൽ ഈശ്വർ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബദലായാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സ്ത്രീപീഡനം ഉന്നയിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചത്. കള്ളത്തെ കള്ളം കൊണ്ട് ജയിക്കാൻ ആവില്ല. നിരാഹാരം മെൻസ് കമ്മീഷന് വേണ്ടിയാണ് കിടന്നത്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ പച്ചക്കള്ളമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. എനിക്ക് നോട്ടീസ് തന്നാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് നമ്മുടെ പ്രോസിക്യൂഷൻ അടക്കം കോടതിയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് അന്വേഷിക്കാവുന്ന കാര്യമാണ്. ഇനി കേസിനെ കുറിച്ചല്ല, എനിക്ക് കേസിനെ കുറിച്ച് 2 കാര്യങ്ങളുണ്ട്. കേസിനെ കുറിച്ച് പറയരുതെന്നുള്ളതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ ഈ വ്യാഴാഴ്ച നടന്ന ഒരു കാര്യം എനിക്ക് എന്തായാലും പറയാം. ഈ വ്യാഴാഴ്ച ജാമ്യം കിട്ടേണ്ടതായിരുന്നു. അപ്പോൾ അവിടെ അഡ്വക്കേറ്റ് കയറി ഓപ്പൺ കോടതിയിൽ അടുത്ത കള്ളം പറഞ്ഞു, പോലീസ് റിപ്പോർട്ട് കിട്ടിയില്ല. നിങ്ങൾക്ക് പോലീസിലൊക്കെ ബന്ധമുള്ളതല്ലേ, അന്വേഷിക്കാം. പോലീസ് ഓൾറെഡി റിപ്പോർട്ട് കൊടുത്തിരുന്നു. എന്റെ ഫ്രണ്ടിലിരുന്ന ഇറിറ്റേറ്റഡ് ആയ പോലീസുകാർ അവിടെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന്. അതായത് എനിക്ക് ജാമ്യം നിഷേധിക്കാനായി. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇലക്ഷൻ കഴിയുന്നത് വരെ എങ്ങനെയെങ്കിലും എന്നെ അകത്തിടണം, ഇത്ര മാത്രമേ ഉള്ളൂ കാര്യം. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബദലായിട്ട് സ്ത്രീ പീഡനം, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം റേസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. ഞാൻ വെളിയിലുണ്ടെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അതിനെതിരെ ശക്തമായി ക്യാമ്പയിൻ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് എങ്ങനെങ്കിലും ഇലക്ഷൻ കഴിയുന്നവരെ അറസ്റ്റ് ചെയ്തിടണമെന്ന് ആഗ്രഹമാണ്. ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കാൻ. ഡാന് വീണ്ടും ഈ വിഷയത്തിൽ ഒരുപാട് സംസാരിച്ചില്ല എങ്കിൽ പോലും ചില വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുകയാണ്. പൊതുവെ രാഹുലിന്റെ ഒരു എന്തായിരുന്നു അവസ്ഥ ജയിലിന് പുറത്തു വന്നതിന് ശേഷം? അതായത് 16 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് അല്പസമയം മുമ്പ് രാഹുൽ ഈശ്വർ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു വന്നത്. അതിനുശേഷം കുടുംബാംഗങ്ങളുടെയും അഭിഭാഷകരുടെയും ഒക്കെ നിർബന്ധം മറികടന്നുകൊണ്ടാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കാനായി രാഹുൽ ഈശ്വർ തയ്യാറായത്. അവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രത്യക്ഷമായി ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പരാമർശങ്ങളും രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. താൻ മെൻസ് കമ്മീഷന് വേണ്ടിയാണ് നിരാഹാരം കിടന്നത്, ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ മുഖ്യമന്ത്രി കൊണ്ടുവന്ന വിഷയമാണിത് എന്ന തലത്തിൽ ഇതിനെ മുഖ്യമന്ത്രിക്കെതിരെയുള്ളൊരു വിമർശനമായി ഉന്നയിക്കാനാണ് രാഹുൽ ഈശ്വർ ശ്രമിച്ചത്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ പലതവണ രാഹുലിന്റെ ഭാര്യ ദീപയും അഭിഭാഷകരും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളും ഈ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് വിലക്കി അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം മാറ്റിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും വകവയ്ക്കാതെയായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പ്രതികരണങ്ങൾ. അതിനുശേഷം മകനെ അടുത്തു നിർത്തിക്കൊണ്ട് വൈകാരികമായ ചില പ്രതികരണങ്ങൾ നടത്തി. പിന്നീട് ദീപയുടെ കഴുത്തിൽ മാലയിട്ടുകൊണ്ട് തന്നോടൊപ്പം പിന്തുണച്ചതിന്, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന് ദീപയ്ക്ക് ആശംസകളൊക്കെ നേർന്ന നാടകീയമായ സംഭവങ്ങൾക്ക് ശേഷമാണ് രാഹുൽ ഈശ്വർ അവിടെ നിന്ന് മടങ്ങിയത്. പക്ഷേ മാധ്യമങ്ങളോട് സംസാരിച്ചതിനിടയിൽ ഏതെങ്കിലും വാക്കുകൾ രാഹുലിനെതിരെ തിരിച്ചടിയായി മാറുമോ എന്ന ആശങ്ക ഒപ്പമുണ്ടായിരുന്നവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നിർബന്ധപൂർവ്വം അദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. കർശനമായ ഉപാധികളോടെയാണ് രാഹുൽ ഈശ്വറിന് ഈ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ ഇരകളുമായി ബന്ധപ്പെട്ട സമാനമായ തരത്തിലുള്ള ഒരു വീഡിയോകളും ചെയ്യരുത്, അത്തരത്തിലുള്ള ഒരു പരസ്യ പ്രതികരണങ്ങളും നടത്തരുത് എന്നതടക്കമുള്ള കർശനമായ ജാമ്യ വ്യവസ്ഥകളാണ് കോടതി മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ശരി. നടി ആക്രമണ കേസിൽ അതിജീവിതയുടെ മൊഴി അവിശ്വസിച്ച് കോടതി. ദിലീപ് ഭീഷണിപ്പെടുത്തി എന്ന കാര്യം വിശ്വസിക്കാൻ ആകുന്നില്ലെന്നും ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നും ഉത്തരവിലുണ്ട്. കാവ്യയുമായുള്ള ബന്ധം മഞ്ജു വാര്യരോട് തിരുത്തി പറയണമെന്ന് ദിലീപ് ആവശ്യപ്പെട്ടുവെന്നും നിരസിച്ചതിനെ തുടർന്ന് ഭീഷണി ഉണ്ടായെന്നുമായിരുന്നു നടിയുടെ മൊഴി. കേസിൽ ദിലീപിനെയും പൾസർ സുനിയെയും ബന്ധിപ്പിക്കുന്ന 7 ഗൂഢാലോചനാ വാദങ്ങളാണ് വിചാരണ കോടതി തെളിവില്ലെന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് തള്ളിക്കളഞ്ഞത്. നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതി പൾസർ സുനി ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന സമയത്ത്
പൾസ് സുനിയുടെ ഫോണിലേക്ക് വന്ന കോളുകൾ ശ്രീലക്ഷ്മി എന്നുള്ള ഒരു സ്ത്രീയുടേതാണ്. എന്തുകൊണ്ടാണ് ശ്രീലക്ഷ്മിയെ വിചാരണ ഘട്ടത്തിൽ ഉൾപ്പെടുത്താതിരുന്നത്, സാക്ഷിയായി വിസ്തരിക്കാതിരുന്നത് എന്ന് കോടതി SITയോട് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ശ്രീലക്ഷ്മിയുടെ പ്രസൻസ് എവിടെയും SIT രേഖപ്പെടുത്തി കണ്ടിട്ടില്ല. അതേസമയം പൾസ് സുനിയുടെ ഫോണിലേക്ക് നിരന്തരം കോളുകൾ വരികയും ഈ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് ഏതാണ്ട് അരമണിക്കൂർ മുൻപ് വരെയും ശ്രീലക്ഷ്മിയും പൾസ് സുനിയും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ശ്രീലക്ഷ്മിയുടെ ഫോണിൽ നിന്നും പൾസ് സുനി നടിയോടൊപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ ഏതാണ്ട് അരമണിക്കൂർ മുൻപ് തന്നെ ഈ കോളുകൾ വന്നിട്ടുണ്ട്. 7 മെസ്സേജുകളും 6 കോളുകളും ശ്രീലക്ഷ്മി ആ സമയത്ത് വിളിച്ചിട്ടുണ്ട്. ആ ദിവസം, അതായത് 2017 ഫെബ്രുവരി 17 കുറ്റകൃത്യം നടക്കുന്ന ദിവസം, അന്ന് പകലൊക്കെ ശ്രീലക്ഷ്മി പൾസ് സുനിയുമായി കോൺടാക്ട് പുലർത്തിയിരുന്നു. ഇത് ഏത് ഘട്ടത്തിലാണ് പരിശോധിക്കപ്പെടാതെ പോയത് എന്നാണ് കോടതി ചോദിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു സ്ത്രീയാണ് ഈ കൊട്ടേഷൻ നൽകിയത്, ഈ കൊട്ടേഷന് പിന്നിൽ എന്നുള്ള സംശയം നിലനിൽക്കെ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയുടെ പ്രസൻസ് എന്തുകൊണ്ടാണ് പരിശോധിക്കപ്പെടാതെ പോയത് എന്ന് തന്നെയാണ് കോടതി ചോദിക്കുന്നത്. മാത്രമല്ല, ശ്രീലക്ഷ്മി ഈ പൾസ് സുനിയെ ഒളിവിൽ പോകുമ്പോഴും പൾസ് സുനിയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ, അറസ്റ്റിലുണ്ടായിരുന്ന ഘട്ടത്തിലും ഒക്കെ ശ്രീലക്ഷ്മി പൾസ് സുനിയുമായി കോൺടാക്ട് പുലർത്തിയിരുന്നു. അത് ചിലപ്പോൾ അവരുടെ പ്രൈവസിയെ മാനിച്ചാകാം. എന്നിരുന്നാൽ പോലും ദിലീപും പൾസ് സുനിയും തമ്മിലുണ്ടായിരുന്ന ഗൂഢാലോചന തെളിയിക്കാൻ ഒരുപക്ഷെ ശ്രീലക്ഷ്മിയെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ, ശ്രീലക്ഷ്മിയെ കേസിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കഴിയുമായിരുന്നു എന്നാണ് കോടതിയുടെ ഒരു വിലയിരുത്തൽ. അങ്ങനെയാണ്. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സ്ത്രീ കൊട്ടേഷൻ നൽകിയെന്നുള്ള പരാതി, ആരോപണം നിലനിൽക്കുന്ന ഘട്ടത്തിൽ അത് പരിശോധിക്കപ്പെടാതെ പോയത് എന്താണ് എന്ന് തന്നെയാണ് SITയോട് ചോദിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷൻ അത് ഈ ശ്രീലക്ഷ്മിയുടെ പ്രസൻസ് മെൻഷൻ ചെയ്ത് കണ്ടിട്ടില്ല എന്നും കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് പിന്നാലെ നടിയെ അവിശ്വസിക്കുന്ന ഒരു സാഹചര്യം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. വിധിന്യായത്തിൽ നടി ദിലീപ് തന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന കാര്യം വ്യക്തമായി തെളിവുകളോടോ അല്ലെങ്കിൽ സാക്ഷികളോ ഇല്ലാതെ അത് തെളിയിക്കാനായിട്ടില്ല, പ്രോസിക്യൂഷൻ അത് കൃത്യമായി തെളിയിക്കാനായിട്ടില്ല എന്ന് തന്നെ കോടതി പറയുന്നുണ്ട്. അതേസമയം ദിലീപ് കാവ്യമാധവനുമായുള്ള ബന്ധം മഞ്ജു വാര്യരോട് പറഞ്ഞിരുന്നത് നടിയാണ്, അത് തിരുത്തി പറയണമെന്ന് ദിലീപ് ആവശ്യപ്പെട്ടു. അത് താൻ നിഷേധിച്ചതിനെ തുടർന്ന് തന്നെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി എന്ന് തന്നെയാണ് നടിയുടെ പരാതി. അങ്ങനെ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് തന്നെയാണ് നടി കോടതിയിൽ പരാതിപ്പെട്ടതും. അങ്ങനെ തന്നെയാണ്. ആ പരാതി നിലനിൽക്കാത്ത സാഹചര്യം എന്ന് പറയുന്നത് അതിന് തെളിവുകളോ സാക്ഷികളോ ഇല്ല എന്ന് കോടതി പറയുന്നു. നമുക്കറിയാം, 28ഓളം സാക്ഷികളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യഘട്ടത്തിൽ മൊഴിമാറ്റം നടത്തിയത്. ആദ്യഘട്ടത്തിൽ പ്രത്യേകിച്ച് മൊഴിമാറ്റം എന്നതിന് സാങ്കേതികമായി പറയാൻ കഴിയില്ലെങ്കിൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുൻപാകെ കൊച്ചിയിലെ അബാദ് പ്ലാസയിൽ ഈ അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിനിടയിൽ നടിയുമായി തർക്കമുണ്ടാവുകയും ദിലീപും നടിയും തമ്മിൽ വഴക്കിടുകയും ശത്രുതാ മനോഭാവത്തോടെ ദിലീപ് അവരോട് പെരുമാറുകയും ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്ന തരത്തിൽ ആ ക്യാമ്പിലുണ്ടായിരുന്ന ചില നടന്മാരും നടിമാരും മൊഴി നൽകുകയും അത് പിന്നീട് കോടതിയിലെത്തുമ്പോൾ അത് മാറ്റി പറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം തെളിവുകൾ കോടതിക്ക് മുൻപാകെ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഈ വിഷയവുമായി നേരിട്ട പരാജയം അതുതന്നെയാണ് എന്നാണ് കോടതി വിലയിരുത്തുന്നത്. എന്തായാലും ദിലീപ് ഈ നടിയെ ഭീഷണിപ്പെടുത്തി, അതല്ലെങ്കിൽ ഇതിന് പിന്നിൽ ദിലീപിന്റെ ഗൂഢാലോചനയുണ്ട് എന്ന് തെളിയിക്കാൻ ഉതകുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ആദ്യത്തേത് ശ്രീലക്ഷ്മിയുടെ ആയുള്ള പ്രസൻസ്, ശ്രീലക്ഷ്മിക്ക് പൾസ് സുനിയുമായുള്ള ബന്ധം തെളിയിക്കുന്ന സാഹചര്യം. അത് ഏത് സാഹചര്യത്തിലാണ് ശ്രീലക്ഷ്മി ഇത്രയും അധികം കോളുകൾ അല്ലെങ്കിൽ ഇത്ര അധികം കമ്മ്യൂണിക്കേഷൻ പൾസ് സുനിയുമായി പുലർത്തി പോന്നിരുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് നടിയെ ദിലീപ് ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കാര്യം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നും കോടതി വിധിന്യായത്തിൽ പറയുന്നു. നടൻ ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തി. നടിയെ ആക്രമിച്ച കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയ ശേഷമുള്ള ആദ്യ ശബരിമല ദർശനമായിരുന്നു ഇത്. പുലർച്ചെ സന്നിധാനത്തെത്തിയ ദിലീപ് ദർശനത്തിന് ശേഷം പ്രത്യേക വഴിപാടുകളും നടത്തി. 10 മണിയോടെ വീണ്ടും ദർശനത്തിന് എത്തി. കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ദിലീപ് ശബരിമലയിൽ ദർശനത്തിന് എത്തിയത് വിവാദമായിരുന്നു. ഭക്തർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ദർശനം നടത്തിയതിൽ ഹൈക്കോടതി ഇടപെട്ടിരുന്നു. ഇന്ന് ദർശനത്തിനെത്തിയ ദിലീപിന് 2 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് സുരക്ഷ ഒരുക്കിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള ദേശീയ തലത്തിൽ പ്രചാരണായുധമാക്കാൻ UDF. പാർലമെന്റ് കവാടത്തിലായിരുന്നു UDF MP-മാരുടെ പ്രതിഷേധം. കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വർണ്ണക്കൊള്ള കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് ആവശ്യം. സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ. സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ. സ്വർണ്ണ
സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിൻ ധനമൂർത്തിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിൻ ധനമൂർത്തിയേ സ്വർണം കട്ടവരാരപ്പാ സഖാക്കളാണ് അയ്യപ്പ സഖാക്കളാണ് അയ്യപ്പ രാജിവെക്കൂ പുറത്തു പോകൂ രാജിവെക്കൂ പുറത്തു പോകൂ സ്വർണ്ണക്കള്ള പിണറായി സ്വർണ്ണക്കള്ള പിണറായി ശബരിമല കള്ളന്മാർ കടക്ക് പുറത്ത് ശബരിമല കള്ളന്മാർ കടക്ക് പുറത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലുള്ള UDF പാർലമെന്റ് അംഗങ്ങൾ ഇന്ന് പാർലമെന്റ് മകർദോറിൽ ധർണ നടത്തിയത്. പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശബരിമല അമ്പലത്തിലെ സ്വർണ്ണ പാളികൾ മോഷണം പോയി, അതോടൊപ്പം തന്നെ സ്വർണ്ണ പ്ലേറ്റുകൾ എടുത്തുകൊണ്ടുപോയി, എന്നിട്ട് അത് ചെമ്പ് പാളികളാക്കി മാറ്റി കൊണ്ടുവന്നു. വലിയൊരു കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഇത് കേരളത്തിലെ ഈ ലക്ഷോപലക്ഷം വരുന്ന അയ്യപ്പ ഭക്തന്മാരെ വല്ലാതെ വേദനിപ്പിച്ചു, അവരുടെ വിശ്വാസത്തിന് മുറിവേറ്റു. ഈ സാഹചര്യത്തിൽ ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. ഇപ്പോൾ 2 ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാർ CPM നേതാക്കൾ ജയിലിലാണ്. അതോടൊപ്പം തന്നെ CPMന്റെ സഹയാത്രികയായ CPMനെ പിന്തുണയ്ക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ജയിലാണ്. ബഹുമാനപ്പെട്ട കോടതി ഇവർക്ക് ഇതുവരെയും ജാമ്യം കൊടുത്തിട്ടില്ല. അതിനർത്ഥം കോടതി ഇതുവരെയും ജാമ്യം കൊടുക്കാത്തതിനർത്ഥം ഇവരെ പുറത്തുവിട്ടാൽ തെളിവുകൾ നശിപ്പിക്കും എന്നുള്ളതുകൊണ്ടാണ്. ദാറ്റ് മീൻസ് അവരെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. CPMന്റെ സീനിയർ ലീഡേഴ്സാണ് അറസ്റ്റ് ചെയ്ത് ജയിലായിരിക്കുന്നത്. ശബരിമലയിൽ ഭക്തജനത്തിരക്ക് തുടരുന്നു. ഒരു മണിവരെ 47,850 ഭക്തർ മല ചവിട്ടി. സ്പോട്ട് ബുക്കിംഗ് വഴി 6,588 പേർ സന്നിധാനത്ത് എത്തി. തിരക്ക് പരിഗണിച്ച് പമ്പ മുതൽ പോലീസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഭീഷണി പ്രസംഗവുമായി മലപ്പുറത്ത് CPM ലീഗ് നേതാക്കൾ. CPMനെ കളി പഠിപ്പിക്കാൻ വന്നാൽ കൈയും കാലും വെട്ടി അവിടെ ചെങ്കൊടി ഉയർത്തുമെന്നാണ് മുൻ പഞ്ചായത്ത് അംഗം ഫൈസലിന്റെ ഭീഷണി. വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് മുൻ ഇടതംഗമാണ് ഫൈസൽ. നിങ്ങളുടെയെല്ലാം കണ്ണനും പള്ളിക്കാട്ടിൽ കിടക്കുന്ന നിങ്ങളുടെ തലതൊട്ടപ്പന്മാർ തമ്പുരാക്കന്മാർ വന്ന് പറഞ്ഞാലും കബറിന്റെ 6 അടി മണ്ണിൽ നിന്ന് ഉണർന്നു വന്ന് പറഞ്ഞാലും ഏറ്റമാരിന്റെ ഈ കോട്ട വെട്ടിക്കുവാൻ ആയിട്ടില്ലട നാറികളെ. ഒരിക്കൽ കൂടി പറയാണ്, തെരുവ് നാറികളെ, ഇനി എങ്ങാനാ ആട്ടുതുക്കുമായി കുറുങ്കാടിന്റെ ഏലത്ത് വന്ന് രാഷ്ട്രീയത്തിന്റെ കളി പറഞ്ഞാൽ കാലും കയ്യും വെട്ടി ചെങ്കൊടി കെട്ടും ഞങ്ങൾ പറഞ്ഞേക്കാം. ഇത് എന്തെങ്കിലും പറഞ്ഞു പോകുന്നതല്ല. കയ്യൂരിലും കരിമണ്ണിലും മൊറായിലും പുന്നപ്പറയിലും ചുവന്നു പൊങ്ങിയ ആ ചോരച്ചുകൂടി ഉയർത്തുപാട്ടായവരാ പറയുന്നത്. ഇനിയും നിങ്ങളുടെ തെമ്മാടി രാഷ്ട്രീയം, തെണ്ടിത്തരത്തിന്റെ രാഷ്ട്രീയം ഞങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരരുത്. നിങ്ങളെല്ലാം മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് നേരെ കൈയോങ്ങിയാൽ ആ കൈകൾ വെട്ടിമാറ്റുമെന്ന് വളാഞ്ചേരിയിലെ യൂത്ത് ലീഗ് പ്രാദേശിക നേതാവ് ശിഹാബുദ്ദീന്റെ ഭീഷണി. വന്നുകൊണ്ട് നമ്മുടെ പ്രവർത്തകരുടെ നേരെ കൈയോങ്ങാൻ വന്നിട്ടുണ്ട്. വന്നവരുടെ കൈയെല്ലാം വെട്ടിമാറ്റി മുസ്ലിം ലീഗാണ് ഈ പറയുന്നത്, UDFന്റെ പ്രവർത്തകരാണ് പറയുന്നത്. ഞങ്ങളുടെ KMCCയുടെ നേതാവ് ഇബ്രാഹിം കുട്ടിയെ തച്ചവനെ ഞങ്ങൾ തിരിച്ചതല്ലാതെ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോവുകയില്ല എന്ന് ഉദ്ദേശം മുദ്രിച്ചുകൊണ്ട് ഈ പ്രവർത്തകർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വീട്ടിൽ കയറി നിങ്ങളുടെ കാലിന്റെ കണ്ണി തച്ച് മുറിച്ചിട്ടല്ലാതെ ഈ പ്രസ്ഥാനം പിന്നോട്ട് പോവുകയില്ല എന്ന് ഇവിടെയുള്ള നാരികളോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. കോഴിക്കോട് ഭീഷണി പ്രസംഗവുമായി CPM നേതാവ്. പ്രകോപനം തുടർന്നാൽ ഫറോക്കിൽ ലീഗിന് കരിദിനം ആചരിക്കേണ്ടി വരുമെന്നാണ് CPM ബേപ്പൂർ ഏരിയ കമ്മിറ്റി അംഗം സമീഷിന്റെ ഭീഷണി. പാർട്ടി ചിഹ്നമായ അരിവാൾ കൊണ്ട് വേറെ ചില പണികൾ അറിയാം. ഈ നിമിഷം മുതൽ ലീഗ് നേതാക്കൾ വീട്ടിൽ അന്തി ഉറങ്ങില്ലെന്നാണ് ഭീഷണി. CPIയും ഈ കരുവന്തിരുത്തി പ്രദേശത്തും ഫറോക്കിലും സമാധാനം കാത്തു സൂക്ഷിക്കണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം മാത്രം ഞങ്ങളിവിടെ നടത്തിയിട്ടുള്ളത്. ഇനിയും ഞങ്ങളെ നേരെ, ഞങ്ങളെ പ്രവർത്തകർക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം നിങ്ങൾ സൃഷ്ടിച്ചാൽ നാളെ ഇവിടെ മുസ്ലിം ലീഗ് കരിദിനം ആചരിക്കേണ്ടി വരും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങളുടെ ചിഹ്നം
അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. ഞങ്ങൾക്ക് അരിവാൾ കൊണ്ടും ചില പരിപാടി അറിയാം. അത് ഇവിടുത്തെ മുസ്ലിം ലീഗുകാരന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവസരം മുസ്ലിം ലീഗുകാരനായിട്ടുണ്ടാക്കരുത്. ചെറുവരലനയ്ക്കാൻ നിങ്ങളെ വീട്ടിൽ കയറി നരങ്ങും ഞങ്ങള്. ആ ഒരു അവസ്ഥ നിങ്ങളിവിടെ ഉണ്ടാക്കരുത്. ഇവിടെ നിങ്ങൾ 4 വാർഡ് ജയിച്ചെന്നത് കൊണ്ട് CPM-കാരെ കൊടിമടക്കി വീട്ടിലിരിക്കണമെന്ന് തിട്ടൂരമറക്കാൻ നീ ആരാടാ? ലീഗ് ആരാണ്ട ലീഗ്? ഈ മൂരി ലീഗിനെ ഈ മണ്ണിൽ തന്നെ ഞങ്ങൾ മുട്ടുകുത്തിക്കും. അതുകൊണ്ട് ആ വെല്ലുവിളിക്ക് നിങ്ങൾ നിൽക്കണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മലപ്പുറത്ത് സ്ത്രീവിരുദ്ധ പ്രസംഗവുമായി CPM-ന്റെ പ്രാദേശിക നേതാവ് തെന്നല ലോക്കൽ സെക്രട്ടറി KV മജീദാണ് വിജയാഘോഷത്തിനിടെ സ്ത്രീകളെ അപമാനിച്ച് പ്രസംഗിച്ചത്. വോട്ടിനു വേണ്ടി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളെ കാഴ്ചവെക്കരുത് എന്നായിരുന്നു പരാമർശം. അന്യ ആണുങ്ങളെ മുമ്പിൽ പോയി നിസ്സാര ഒരു വോട്ടിന് വേണ്ടി സയ്യിദ് അലി മജീദിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി എന്നെ കുടുംബത്തിൽ നിന്ന് കൊടുത്ത കെട്ടിക്കൊടുത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കാനല്ല എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പെടുത്തുകയാണ്. വനിതാ ലീഗിനെ പറയാൻ പാടില്ല. പറയാനുള്ളത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ജമീലെത്താത്താനും മാത്രമല്ല പാലക്കാട്ടെ തങ്ങന്മാരെ വരെ പറഞ്ഞിട്ടുണ്ട്. പറയും അതിനൊക്കെ കേൾക്കാൻ ആണത്വം പൊടുപ്പുള്ളവൻ മാത്രം ഉണ്ടെങ്കിൽ മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ വീട്ടുമ്മയായിട്ട് വീട്ടിലിരിക്കാൻ സാധിക്കണം. അതാണ് വേണ്ടത്. മലപ്പുറം തെന്നലയിലെ സ്ത്രീവിരുദ്ധ പ്രസംഗത്തിൽ ഖേദം പ്രകടിപ്പിച്ച് CPM നേതാവ്. ഇന്നലെ കൊടക്കല്ലിൽ നടത്തിയ പ്രസംഗത്തിലാണ് പരിധി കടന്നുവെന്ന് അംഗീകരിക്കുന്നുവെന്ന് CPM നേതാവ് സയ്യിദ് അലി മജീദ് പറഞ്ഞത്. കോപവും വികാരവും ചേർന്നപ്പോൾ വാക്കുകൾക്ക് വേണ്ടത്ര നിയന്ത്രണം കിട്ടാതെ പോയെന്നാണ് വിശദീകരണം. തൃശൂർ ഇരിങ്ങാലക്കുട കാറളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ BJP നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെ സംഘർഷം. BJP പ്രവർത്തകന് കുത്തേറ്റു. അയ്യർ വീട്ടിൽ വിഷ്ണുവിനാണ് കുത്തേറ്റത്. DYFI പ്രവർത്തകനാണ് ആക്രമിച്ചതെന്ന് BJP ആരോപിച്ചു. പരിക്കേറ്റ വിഷ്ണു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കണ്ണൂർ പാനൂർ ആക്രമണത്തിൽ 5 CPM പ്രവർത്തകർ അറസ്റ്റിൽ. പാറാട് സ്വദേശികളായ അമൽ, ശ്രീജു, ജീവൻ, റനീഷ്, സച്ചിൻ എന്നിവരാണ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെയായിരുന്നു CPM പ്രവർത്തകരുടെ ആക്രമണം. കാസർഗോഡ് ചെറുവത്തൂർ ഓരിയിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ CPM ആക്രമണം. പ്രവർത്തകർ ഓഫീസ് കെട്ടിടത്തിന് മുകളിൽ കയറി ചെങ്കൊടി വീശുകയും ഓഫീസ് സിറ്റൌട്ടിൽ ഗുണ്ട് പൊട്ടിക്കുകയും ചെയ്തു. പടന്ന പഞ്ചായത്ത് വിജയാഘോഷത്തിനിടയിലാണ് ആക്രമണം നടത്തിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പാലക്കാട് തൃത്താലയിലെ കോൺഗ്രസ് വിജയത്തിൽ നൃത്തം ചെയ്ത് VT ബൽറാം. ഇടതുപക്ഷത്തിന് മേൽക്കൈ ഉണ്ടായ തൃത്താലയിൽ 8 പഞ്ചായത്തുകളിൽ 3 ഭരണം നിലനിർത്തിയതിനൊപ്പം ഇടത് ഭരണമുണ്ടായിരുന്ന തൃത്താല പഞ്ചായത്ത് ഉൾപ്പെടെ 2 പഞ്ചായത്തുകൾ കൂടി UDF നേടി. പാലക്കാട് മണ്ണാർക്കാട് BJPക്കൊപ്പം വിജയാഘോഷത്തിൽ നൃത്തം ചെയ്തതിൽ വിശദീകരണവുമായി CPM സ്ഥാനാർത്ഥി അഞ്ജു സന്ദീപ്. വ്യക്തിപരമായ ബന്ധങ്ങൾ കാരണമാണ് ഒപ്പം നൃത്തം ചെയ്തത്. പാർട്ടി കുടുംബമാണ്. ഭർത്താവ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനാണ്. ഇത്രയും വലിയ വിവാദമാകുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും അഞ്ജു പറഞ്ഞു. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച അഞ്ജു കാരാക്കുറിശി പഞ്ചായത്തിൽ 6ാം വാർഡിൽ വിജയിച്ച BJP സ്ഥാനാർത്ഥി സ്നേഹ രാമകൃഷ്ണന്റെ വിജയാഘോഷ റാലിയിൽ പങ്കെടുത്ത് നൃത്തം ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു. ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. സ്നേഹ രാമകൃഷ്ണന്റെ BJPയിൽ അവർ 6ാം വാർഡിലാണ്, കാരാക്കുറിശി 6ാം വാർഡിലാണ് ജയിച്ചു നിന്നിരുന്നത്. അതുകൊണ്ട് ഞാൻ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ പോയതാണ്. അല്ലാതെ ഞാൻ എൻ്റെ പാർട്ടിയെ ഒഴിവാക്കിയിട്ടോ
എന്താ പാർട്ടിയിൽ നിന്ന് ഒഴിവായി പോയതോ അങ്ങനെയൊന്നുമല്ല. ഞാൻ എന്തായാലും ഈ കമ്മ്യൂണിസ്റ്റുകാരിയായിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നത്. അതേപോലെ തന്നെയാണ് അവിടെ നിന്നും ഇറങ്ങി വന്നിട്ടുള്ളത്. അത് ആ ചേച്ചിയുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ പോയി എന്നുള്ളത് സംഭവം ശരിയാണ്. ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് സിഡ്നിയിലുണ്ടായ വെടിവെപ്പ്. ജൂതരുടെ ഹനൂക്ക ആഘോഷത്തിനിടെ ബൂണ്ടി ബീച്ചിൽ നടന്ന ആക്രമണത്തിൽ 16 പേരാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് പിന്നാലെ അതിരൂക്ഷ വിമർശനങ്ങളാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഓസ്ട്രേലിയൻ സർക്കാരിനെതിരെ ഉന്നയിച്ചത്. പൗരന്മാരുടെ സുരക്ഷ ചോദ്യചിഹ്നത്തിലായതോടെ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് പ്രധാനമന്ത്രി. പ്രാദേശിക സമയം വൈകുന്നേരം 6:30ഓടെയാണ് ജൂതരുടെ ഹനൂക്ക ആഘോഷത്തിലേക്ക് ആക്രമണമുണ്ടായത്. 16 പേർ കൊല്ലപ്പെട്ട ആക്രമണത്തിൽ 40ഓളം പേർക്ക് പരിക്കേറ്റു. അച്ഛനും മകനുമായ സാജിദ് അക്രം, നവീദ് അക്രം എന്നിവരാണ് അക്രമികളെന്ന് പോലീസ് കണ്ടെത്തി. ജൂതമത വിദ്വേഷമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പഴക്കച്ചവടക്കാരനായ സാജിദിന് വേട്ടയ്ക്കുള്ള തോക്ക് ലൈസൻസ് ഉണ്ട്. ഓസ്ട്രേലിയൻ ഗൺ ക്ലബിൽ അംഗവുമാണ്. ഇയാളും മകനും ചേർന്ന് ബൂണ്ടി ബീച്ചിലെ ആൾക്കൂട്ടത്തിന് നേരെ 50 റൗണ്ട് വെടിയുതിർത്തുവെന്നാണ് പോലീസ് പറഞ്ഞത്. സംഭവത്തിന് പിന്നാലെ ഓസ്ട്രേലിയക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച നിലപാട് തിരിച്ചടിയാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയതാണെന്നും നേതാക്കൾ നിശബ്ദരായിരിക്കുകയും നടപടിയെടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ പടരുന്ന അർബുദമാണ് ജൂതവിരുദ്ധതയെന്നും നെതന്യാഹു വിമർശിച്ചു. The Australian government's policy was promoting and encouraging anti-Semitism in Australia. I wrote, "Your call for a Palestinian state pours fuel on the anti-Semitic fire. It rewards Hamas terrorism. It emboldens those who menace Australian Jews and encourages the Jew hatred now stalking your streets." സംഭവത്തിന് പിന്നാലെ രാജ്യത്തെ തോക്ക് നിയമങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഭരണകൂടം. വേട്ടയ്ക്കാണെങ്കിലും ലൈസൻസ് നൽകുന്നതിന്റെ വ്യവസ്ഥകൾ കടുപ്പിക്കുമെന്നാണ് വിവരം. ഗൺ ക്ലബ്ബുകൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതേസമയം അക്രമിയെ കീഴ്പ്പെടുത്തുന്നതിനിടെ വെടിയേറ്റ അഹമ്മദ് അൽ അഹമ്മദ് എന്നയാൾ ആശുപത്രിയിൽ തുടരുകയാണ്. തോക്കുധാരിയായ അക്രമിയുടെ പിന്നാലെ പതുങ്ങിയെത്തിയ അഹമ്മദ് ചുറ്റിപ്പിടിച്ച് തോക്ക് കൈക്കലാക്കുകയായിരുന്നു. ഇതിനിടെ ഇയാളുടെ തോളിൽ 2 വെടിയേറ്റു. അഹമ്മദ് അൽ അഹമ്മദിനെ സൂപ്പർ ഹീറോ ആയി വാഴ്ത്തുകയാണ് ഓസ്ട്രേലിയൻ സമൂഹം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.